എന്തുകൊണ്ട് താങ്കൾ ശ്വേതാ മേനോനേക്കാളും ഒരു ബെറ്റർ കാൻഡിഡേറ്റ് ആവും ആ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും? ശ്വേതാ മേനോനുടെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഈ പൊതുകാര്യങ്ങളിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഈ സ്ത്രീക്കില്ല. ശ്വേതാ മേനോൻ എന്ന് പറയുന്ന ആ വനിതയ്ക്ക് മമ്മൂക്ക സാന്ദ്ര തോമസിനെ വിളിച്ചു പറഞ്ഞു ഇതിൽ നിന്ന് പിന്മാറണം, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിരുന്നോ? എന്ത് വിഡിത്ത! ഞാൻ ആദ്യം എൻ്റെ റിയാക്ഷൻ ഇത് ബുൾഷിറ്റാണ്. ബുൾഷിറ്റ്. മമ്മൂട്ടി ഒരിക്കലും അങ്ങനെ പറയില്ല. സാന്ദ്ര തോമസ് അഭിപ്രായത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലപ്പത്ത് ഗുണ്ടകളാണ് എന്ന് പറയുന്ന അഭിപ്രായത്തെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? ഞാൻ ഗുണ്ടകളുടെ ഗുണ്ടയാണ് ഞാൻ. പുള്ളിക്കാരി പറഞ്ഞത് ലിസ്റ്റൻ സ്റ്റീഫൻ വട്ടിപ്പലിശക്കാരനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ലിസ്റ്റൻ സ്റ്റീഫൻ അല്ല മറ്റ് അതുപോലത്തെ പ്രൊഡ്യൂസേഴ്സ് ഒരു പവർ ഗ്രൂപ്പായി നിൽക്കുന്നെന്ന് തോന്നുന്നുണ്ടോ? മാലാപാർവതി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇപ്പം നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ പിന്നിൽ ബാബുരാജാണ്. താങ്കൾ അതിനെങ്ങനെയാ നോക്കിക്കാണുന്നത്? അമ്മയിലെ മെമ്പേഴ്സ് തന്നെ എന്താണ് ഇപ്പൊ ദേവന് സിനിമയൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ ഇപ്പൊ അമ്മയിലൊക്കെ മത്സരിക്കാൻ പോകുന്നത്? രാഷ്ട്രീയവും പോരെ സിനിമയിൽ? ഇനി ഇപ്പൊ അമ്മയുടെ സംഘടനാ തലപ്പത്ത് കൂടെ വരണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവർക്കുള്ളൊരു മറുപടി എന്താ? പക്ഷെ അമ്മയുടെ അംഗങ്ങൾ തന്നെയാണ് ഈ ഒരു മെമ്മറി കാർഡ് കാണാനില്ല, കുക്കു പരമേശ്വരന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി എന്ന് പറഞ്ഞ് മുന്നിൽ വന്നത്. ഞാൻ ഇവരെല്ലാവരോടും എൻ്റെ അടുത്ത് വിളിക്കുന്ന നമ്മുടെ സഹോദരിമാരോട് പറയും, നിങ്ങൾ എന്തിനാ ഈ അലക്കാൻ പോണത്? എന്നാലും മാറിയപ്പോൾ ആ പൊസിഷനിലേക്ക് വരാനും മറ്റുള്ള പൊസിഷനിലേക്ക് വരാനും ഇങ്ങനെ ആർത്തിയോടെ കാത്തിരുന്ന കുറെ ആൾക്കാർ. എത്ര ശതമാനം ഉണ്ട് കോൺഫിഡൻസ്? 100%. നമസ്കാരം, സെല്ലുലോയിഡിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യ സുജി. മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമായ മുഖം, അഭിനയത്തിലും അതോടൊപ്പം തന്നെ പൊളിറ്റിക്സിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് തിളങ്ങി നിൽക്കുന്ന ദേവൻ ചേട്ടനാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. വെൽക്കം. സന്തോഷം. വെൽക്കം. ചേട്ടനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. എനിക്ക് സന്തോഷമുണ്ട് നിങ്ങളെ കാണുമ്പോൾ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ പലർക്കും അത് അറിയില്ല. മിക്ക അഭിനേതാക്കളും അല്ലെങ്കിൽ ഒരു ലൈം ലൈറ്റിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ താങ്കൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ പോലും ആളുകൾക്ക് അറിയുന്നില്ല. എന്തുകൊണ്ടാണ് അതൊക്കെ ഒതുക്കി വെക്കുന്നത്, അല്ലെ സ്വകാര്യമായി വെക്കുന്നത്? എന്തുകൊണ്ടാണ് അത്? എനിക്ക് ആദ്യമൊക്കെ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും എന്നോട് പറയും ഇത് ഞാൻ ചെയ്തതായിട്ടൊന്നും ആരും അറിയണ്ട. അതങ്ങനെ അത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. മനസ്സിലായില്ലേ? എൻ്റെ ഒരു സംതൃപ്തിയാണ് അത്. ഞാൻ എന്നെ ഞാനാക്കിയത് സൊസൈറ്റിയാണ്. ഐ എം നോട്ട് എ സെൽഫ് മെയ്ഡ് മാൻ. ഞാൻ സ്വയം ഞാൻ ഉണ്ടാക്കിയത് ആണ്. ചില ആൾക്കാർ പറയും ഐ എം എ സെൽഫ് മെയ്ഡ് മാൻ. നോ, അങ്ങനെ ആർക്കും പറ്റില്ല. ഒരു മനുഷ്യനും സെൽഫ് മെയ്ഡ് ആകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഉയർച്ചയിലും എൻ്റെ സ്ഥാനത്തിലും പങ്കാളികളാവുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. മനസ്സിലായി? അതിന് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവർക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റിക്ക് നമുക്ക് തിരിച്ചതിൽ കിട്ടുമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല, ഒരിക്കലും അല്ല. എനിക്കത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇങ്ങനെ കിട്ടും, അങ്ങനെ പബ്ലിസിറ്റി കൊടുത്താൽ ഇയാൾ അങ്ങനെ ചെയ്തു അങ്ങനെ എനിക്കൊരു നേട്ടം ആവശ്യമില്ല എന്ന് ഇന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പബ്ലിസിറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇപ്പം പറയാൻ താല്പര്യമില്ല എനിക്കത്. കാരണം പിന്നെ ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങൾ പറയുകയാണ്. എനിക്കത് ഇതില്ല. കാരണം ഈ പലരും ആൾക്കാരും എന്നോട് ചോദിക്കും, ഞാൻ 375ഓളം സിനിമ ചെയ്തിട്ടുണ്ട്. 375 സിനിമ ചെയ്തിട്ടുണ്ട്. അത് തെലുങ്കും തമിഴും ഉൾപ്പെടെ. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും, നിൻ്റെ എസ്റ്റേറ്റ് എവിടെയാണ്, അല്ലെങ്കിൽ ഫാം ഹൗസ് എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ എനിക്കൊരു എസ്റ്റേറ്റും ഇല്ല, ഒരു ഫാം ഹൗസും ഇല്ല, ആകെയുള്ളൊരു വീടാണ്. അപ്പോൾ അവർ ചോദിക്കടാ നീ 375 സിനിമ ചെയ്തിട്ട്, അപ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്യാണ്. സാധാരണ തെലുങ്കും തമിഴിലൊക്കെ വലിയ എമൗണ്ടാണ് കിട്ടുക. അപ്പോൾ അവർക്ക് ഇത്രയും കാശ് നീ എവിടെ കൊണ്ട് ചിലവാക്കി എനിക്കറിയില്ല. അത് ഞാൻ ചിലവാക്കിയത് മുഴുവൻ ഇങ്ങനെയാണ്. ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഈ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളിൽ പോയി ഇടപെടും, സൊല്യൂഷൻസ് കണ്ടെത്തും. അത് എനിക്ക് കിട്ടുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ, എനിക്കൊരു സന്തോഷം. പുതിയൊരു വാർത്ത, അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് മത്സരിക്കാൻ പോവാൻ. എന്തിനാണ് ശരിക്കും അമ്മ പോലുള്ളൊരു സംഘടനയുടെ തലപ്പത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? അതിൻ്റെ ആ ഒരു സംഘടനയിൽ മത്സരിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായ സാഹചര്യം എങ്ങനെയാണ്? ഞാൻ ആഗ്രഹിച്ചു വന്നതല്ല, ആഗ്രഹമല്ല അത്. എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞൊരു നേരത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞില്ല.
ഇതിൽ കാരണം വെച്ചാൽ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇതിൻ്റെ അംഗമാണ്. ഞാനൊരു ലൈഫ് മെമ്പറാണ്, ഫൗണ്ടർ മെമ്പറും കൂടിയാണ് ഈ അമ്മ എന്ന അസോസിയേഷൻസ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പിന്നെ ഈ തമിഴും തെലുങ്കുമായിട്ട് പടങ്ങളുമായിട്ട് ഇങ്ങനെ ഊരു ചുറ്റും വലിവനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ 2 ടേമിൽ ഞാൻ ഇതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് വർക്ക് ചെയ്തു. ആ സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങൾ പറയും, അതൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നല്ല രീതിയിലാണ് അമ്മ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അറിയുന്നതും അന്വേഷിക്കുമ്പോഴൊക്കെ അറിയുന്നത് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മ എന്ന സംഘടന തകരുമെന്ന ഘട്ടത്തിൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ അനർഹരായിട്ടുള്ള ആളുകളിലേക്ക് പോകരുത് എന്നൊരു ഉദ്ദേശത്തോടെയാണ് പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു. പെട്ടെന്നുള്ളത് അന്ന് രാവിലെ തന്നെയാണ് ഞാൻ അയച്ചിട്ട് ഈ എൻ്റെ നോമിനേഷൻ പെട്ടിയിലേക്ക് വീഴുന്നത് 1 മണിക്കൂർ മുമ്പാണ്. ലാസ്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. ആരോടെങ്കിലും വിളിച്ച് ചോദിച്ചിരുന്നോ ഞാൻ എങ്ങനെ നിൽക്കട്ടെ, നിന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് ഒരു സുഹൃത്തുക്കളോട് ചോദിച്ചിരുന്നോ? ഞാൻ അങ്ങനെ ചോദിച്ചില്ല. കാരണം അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിലേ ആരെങ്കിലും പറയാം വേണ്ടടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു എന്താണ് വേണ്ടേ അങ്ങനെ തോന്നും. അപ്പോൾ എൻ്റെ തീരുമാനങ്ങളൊക്കെ ഞാൻ സ്വയം എടുക്കുന്നതാണ്. നേരത്തെ പ്രസിഡന്റ് ലാലേട്ടനായിരുന്നല്ലോ, ഇപ്പോ താങ്കൾ മത്സരിക്കാൻ പോകുന്ന അതേ സ്ഥാനത്തേക്ക് ലാലേട്ടൻ വിളിച്ചിരുന്നോ? അല്ലെങ്കിൽ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു? ഓൾ ദി ബെസ്റ്റ് മോഹൻലാൽ പറഞ്ഞു, മമ്മൂട്ടിയും പറഞ്ഞു, സുരേഷ് ഗോപിയും പറഞ്ഞു. പൂർണ്ണ പിന്തുണയുണ്ടോ 3 പേര്? അല്ല, പൂർണ്ണ വെച്ചാൽ അവർ നന്നായി എന്നാ പറഞ്ഞത്. ദേവൻ വോട്ട് ചെയ്യുമെന്നൊന്നും അവർക്ക് പറയാൻ പാടില്ല, അവരുടെ സ്ഥാനം അതാണ്. പക്ഷെ എന്നോട് പറഞ്ഞു വളരെ നല്ലൊരു തീരുമാനമാണ് നീ ചെയ്തത് എന്ന് പറഞ്ഞു. മോഹൻലാൽ പറഞ്ഞു, മമ്മൂട്ടിയും പറഞ്ഞു, സുരേഷ് ഗോപിയും പറഞ്ഞു. മനസ്സിലായി? അവര് എനിക്ക് വേണ്ടി ക്യാൻവാസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ക്യാൻവാസ് ചെയ്യാൻ വേണ്ട, ക്യാൻവാസ് ചെയ്യണ്ട. അതെ. ഈ അമ്മേനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ താങ്കള് ഭയങ്കരമായി അമ്മ അമ്മ എന്ന് എടുത്തെടുത്ത് പറയുന്നു. ഒരു സംഘടനയെ എന്നതിലുപരി കുടുംബമായി കാണുന്നു. ആ അമ്മയിലെ ആളുകളിലെ വിശ്വാസമാണ്, ആളുകൾക്ക് ദേവൻ ചേട്ടൻ്റെ വിശ്വാസമാണെന്നൊക്കെ പറയുന്നു. പക്ഷേ മറ്റു ചിലര് അമ്മയെ എ കുത്ത് എം കുത്ത് എം കുത്ത് എ എന്നാണ് പറയുന്നത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് വളരെ വേദനയുണ്ട്. അത് നമുക്ക് വേദനിക്കാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞ അതൊരു വിഡ്ഢിത്തരമായിട്ട് തന്നെ കാണുന്നു. AMMA എന്ന് പറയുന്ന ചില ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഈവൻ ചാനലിലൊക്കെ. അപ്പോൾ ഞാൻ ആലോചിക്കും, ഇവരിത് അമ്മേനെ പറ്റി ഒന്നും അറിയാതെയാണോ? ഈ പവിത്രമായ അമ്മ, നമ്മുടെ അമ്മ എന്ന് പറയുന്ന സംഘടനയെ പറ്റി, ആ അമ്മയെ പറ്റി മനസ്സിലാക്കാതെ കുറെ വിവരക്കേട് കൊണ്ട് പറയുന്നതാണ് AMMA. അതായത് അമ്മ എന്ന സാധനമുണ്ട്. അമ്മ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ദൈവമാണല്ലോ അമ്മ. അമ്മയുടെ തണലാണ് നമ്മൾ ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രം. ഞാനൊരു ക്ഷേത്രമായിട്ട് കാണാം. ഇപ്പൊ അമ്മയുടെ സംഘടനയുടെ ഒരു ഓഫീസുണ്ട്. അത് നമ്മൾ പോയി തൊഴേണ്ട ഒരു ക്ഷേത്രമായിട്ട് ഞാൻ കാണുന്നത്. അതിനകത്ത് വേറെ യാതൊരു വൃത്തികേടുകളും പാടില്ല. അപ്പോൾ അതിന് അവിടെ അങ്ങനത്തെ ഒരു വൃത്തികേടുകളും ഇനി ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഹൂ ഈസ് അമ്മ? അമ്മ എന്ന് പറയുമ്പോൾ ഒരു വികാരമുണ്ട് എനിക്ക്. മനസ്സിലായത്? വൈകാരികമായിട്ടുള്ള ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ അമ്മയെ മനസ്സിലാക്കാതെ, സ്വന്തം അമ്മയെ മനസ്സിലാക്കാതെ അമ്മയെ തെറി പറയരുത്, ഒരിക്കലും പറയരുത്. അമ്മ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി എടുക്കുക. കാരണം അമ്മയിൽ ഈ അംഗങ്ങൾക്ക് ആർക്കും അമ്മയോട് പരാതികളില്ല. അമ്മയും അംഗങ്ങളുമായിട്ടല്ല ഫൈറ്റ്. അംഗങ്ങളിലുള്ള ചില ആൾക്കാർ തമ്മിലുള്ള പേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റ് ആണ്, 2 ആൾക്കാർ. അത് നമ്മൾ ശരിക്കും അന്വേഷിച്ച് അതിന്റെ ഡീപ്പായിട്ട് പോകുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് എന്താണെന്നറിയോ? ഈഗോ പ്രശ്നമാണ്. അല്ലാതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടില്ല. ഈ ഇന്നസെന്റ് ഉള്ള കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നസെന്റ് 17 വർഷമാണ് അമ്മയുടെ അധ്യക്ഷനായിട്ട് ഭരിച്ചത്. ഒരു പ്രശ്നവും ഞാൻ കണ്ടിട്ടില്ല, ജനങ്ങളും കണ്ടിട്ടില്ല. അയാൾക്ക് അറിയാം എങ്ങനെ ഡീൽ ചെയ്യുന്നു. കാരണം അയാളോട് ഇവർക്കുള്ള ബഹുമാനം, റെസ്പെക്റ്റ്, അതുപോലെയുള്ള സ്നേഹം വെച്ചിട്ട് അയാളത് മോനെ എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത്, മോളെ അങ്ങനെയല്ലല്ലോ ഇങ്ങനെ എന്തുട്ടൻ്റെ നീ കാണിക്കണേ, നീ എന്തുട്ടണ്ട, അതല്ലല്ലോ ഇവളങ്ങനല്ലല്ലോ പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശ രൂപത്തിൽ എടുത്ത് ഹ്യൂമറസ് ആയിട്ട് അത് ഒപ്പിച്ചെടുക്കും. അതേപോലത്തെ ഒരു ലീഡർഷിപ്പ് വരണം. താങ്കൾ അങ്ങനെ ഒരു ലീഡർ ആയിരിക്കുമോ? തമാശ അങ്ങനെ ഒരു ലീഡറാവാൻ ഞാൻ ശ്രമിക്കും. കാരണം കോമഡി എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞത് ഈ നമ്മളെപ്പോഴും നിഷ്പക്ഷരായിരിക്കുക. ഒരു ലീഡറിന് വേണ്ട ഏറ്റവും വലിയ കാര്യം നിഷ്പക്ഷരായിരിക്കുക. ഒരു ബയസ്ഡ് ആവരുത്. അവൻ എൻ്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് ഫ്രണ്ട് ആയാലും ശരി, ഒക്കെ ശരിയായാലും എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എത്ര അടുത്ത ഫ്രണ്ട് ആയാലും ഇഫ് ഹീസ് റോങ്, ഹീസ് റോങ്. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കും.
അങ്ങനത്തെ ഒരു ലീഡർ ആയിരിക്കും. അങ്ങനത്തെ ലീഡറായി. അപ്പൊ ഇനി എന്തെങ്കിലും താങ്കൾ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അമ്മേന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ഈ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുമോ? തീർച്ചയായിട്ടും അതാണ് എൻ്റെ ഒന്നാമത്തെ അജണ്ട. അതാണ് ഇപ്പൊ തന്നെ ഇന്നത്തെ പ്രസ് മീറ്റിൽ ഒരു ചോദ്യം ഇതായിരുന്നു. ഇപ്പൊ ഒരു ഇഷ്യൂ വന്നല്ലോ, മെമ്മറി കാർഡ് ഇഷ്യൂ ആണ്. മെമ്മറി കാർഡ് ഇഷ്യൂ. ഈ മെമ്മറി കാർഡ് ഇഷ്യൂവിന്റെ കാര്യത്തില് ഒരു ചോദ്യം ചോദിച്ചത് അവരെങ്ങനെയാ വെച്ചാൽ, ഇത് ഈ മെമ്മറി കാർഡിന്റെ ഇഷ്യൂ അമ്മയിൽ മാത്രം നിൽക്കേണ്ടതല്ലല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് അത് പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ സംഭവം നടന്നത് അമ്മയ്ക്കുള്ളിലാണ്. സംഭവം നടന്നത് അമ്മയ്ക്കുള്ളിലാണ്. ഇറ്റ്സ് ആൻ ഇന്റേണൽ പ്രോബ്ലം. ഇന്റേണൽ പ്രോബ്ലത്തെ ഞങ്ങൾക്കറിയാം എങ്ങനെ ഡീൽ ചെയ്യേണ്ടത്. അത് പുറത്തേക്ക് കൊണ്ടുപോയി അലക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആൻഡ് ഷീ ഈസ് ഹാപ്പി. ഓ അങ്ങനെയാണോ? കാരണം അവർ വിചാരിച്ചാൽ ഇത് പുറത്തേക്ക് കൊണ്ടുവരണം. ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. പക്ഷെ അമ്മയുടെ അംഗങ്ങൾ തന്നെയാണ് ഈ ഒരു മെമ്മറി കാർഡ് കാണാനില്ല, കുക്കു പരമേശ്വരന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്. അതെന്താന്ന് വെച്ചാൽ അത് ആരുടെ സ്ഥലത്ത് ആരുടെ ഭാഗത്താണ് സത്യം, ആരുടെ ഭാഗത്താണ് മറ്റത് എന്നൊന്നും നമുക്ക് പറയാൻ നിവൃത്തിയില്ല. കാര്യം ഞാനത് പഠിച്ചിട്ടില്ല ഈ സംഭവത്തെ പറ്റി. അപ്പൊ ഞാൻ ഇവരെല്ലാവരോടും എൻ്റെ അടുത്ത് വിളിക്കുന്ന നമ്മുടെ സഹോദരിമാരോട് പറയും, നിങ്ങൾ എന്തിനാ ഈ അലക്കാൻ പോണത്? നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ സൈലന്റ് ആവോ. നമ്മുടെ ഇലക്ഷൻ വരെയാണ് 15-ാം തീയതി. 15-ാം തീയതി വരുന്ന വെച്ചാൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം സോൾവ് ചെയ്യാം. നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ ആകാംക്ഷ ഉണ്ടാവും ആൾക്കാർക്ക്. അതായത് പറഞ്ഞ അവരുടെ ദുരനുഭവങ്ങൾ പറഞ്ഞ ആർട്ടിസ്റ്റുകൾക്ക് വലിയ പേടിയുണ്ട് ഇതങ്ങനെ പുറത്തു വന്നാലുള്ള സ്ഥിതി. അപ്പൊ ഞാൻ ഒരു കാരണവശാലും ഇത് പുറത്തു വരില്ല, ഞാൻ പുറത്തു വരാൻ സമ്മതിക്കില്ല. ഇലക്ഷൻ അട്ടിമറിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? അതാണ് ഈ ഇലക്ഷനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഈ ശ്വേതാ മേനോന്റെ ഇഷ്യൂ ആണ്. അത് ശ്വേതാ മേനോന്റെ കാര്യത്തിൽ ഞാൻ അവരെ കൂടെ തന്നെയാണ് 100%. ഞാൻ ഐ ആം വിത്ത് ഹർ. അത് അമ്മയിൽ ശ്വേതാ മേനോൻ സുരക്ഷിതയാണ്. ഞങ്ങൾ വി വിൽ ഫൈറ്റ് ഫോർ ഹർ. അമ്മ ഫുൾ ഞാൻ എല്ലാവരും വിളിച്ചിരുന്നു, എല്ലാവരും പറഞ്ഞത് ഒരേ ശബ്ദത്തിലാണ്. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ശ്വേതാ മേനോന്റെ കൂടെ നിൽക്കണം. ഞാൻ പറഞ്ഞു നമ്മൾ നിൽക്കും, അതിനകത്തൊരു മാറ്റില്ല. പക്ഷെ ഇത് ചെയ്ത ആളുണ്ടല്ലോ, ഈ ചെയ്ത ആള് നമ്മൾ പിടിക്കും. എന്താന്ന് വെച്ചാൽ നമ്മൾ പിടിക്കല്ല, നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. ഇത്രയും കാലമായിട്ട് അമ്മയിൽ ഇലക്ഷനൊക്കെ നോർമൽ പ്രൊസീജിയേഴ്സ് പോലെ നടന്നുകൊണ്ടിരുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്തവണത്തെ ഇലക്ഷൻ മാത്രം ഇത്രയും ചർച്ചാ വിഷയമാവുന്നത്? അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ മത്സരിക്കാൻ വന്നു, വിവാദങ്ങൾ കാരണം ഈ അമ്മയിലെ അംഗങ്ങൾ തന്നെ പറഞ്ഞു ഇവർ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്തൊക്കെയാണ് നടക്കുന്നത്? അതിന്റെ കാരണം എന്താ പറയുക, അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ കാരണം എന്താ? ഇപ്പം മോഹൻലാലിന് നിൽക്കുകയാണെങ്കിൽ ആരെങ്കിലും എഗൻസ്റ്റ് ആയിട്ട് നിൽക്കും. നമുക്ക് സാധിക്കില്ല, മനസ്സുകൊണ്ട് സാധിക്കില്ല. കാരണം മഹാനായ ഒരു നടൻ, അയാള് എല്ലാ ത്യാഗങ്ങളും സഹിച്ചിട്ടാണ് ഈ പോസ്റ്റിലിരിക്കുന്നത്. അയാൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ? മമ്മൂട്ടിക്ക് ആവശ്യമുണ്ടോ? സുരേഷ് ഗോപിക്ക് ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അമ്മ കൊണ്ട് അവർക്ക് ആവശ്യമില്ല. അവർ പിന്നെ ഇതിനകത്ത് പിടിച്ചു തൂങ്ങി നിൽക്കുന്നത് അമ്മ എന്ന സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ പാവപ്പെട്ടവർക്ക് എല്ലാ മാസവും കാശ് എത്തിക്കണം. ഇതാണ് അവരുടെ സംഘടന. അപ്പൊ അതിന് മോഹൻലാലും മമ്മൂട്ടിക്കും സുരേഷ് ഗോപി പോലുള്ള ആൾക്കാർക്ക് അത് പറ്റുള്ളൂ. അപ്പൊ മോഹൻലാൽ എന്ന വ്യക്തി കഴിഞ്ഞ 2 ടേമിലും നിന്നതിന്റെ കാരണം വെച്ചാൽ ഞാനെങ്കിലും നിൽക്കട്ടെ. ഇത്ര തിരക്കുള്ള ഒരു മനുഷ്യനുള്ള അയാള് ഒരു ദിവസം പോലെ നമുക്ക് നിൽക്കാനില്ല. എങ്കിൽ കൂടി അയാൾ അവിടെ അമ്മയുടെ മീറ്റിങ്ങിന് വരും, ഈ എല്ലാ മാസത്തെ മീറ്റിങ്ങിന് വരും. മനസ്സിലായില്ലേ? അങ്ങനെ വരുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ ഇത് വരാൻ കാരണം വെച്ചാൽ മോഹൻലാൽ മാറിയപ്പോൾ ആ പൊസിഷനിലേക്ക് വരാനും മറ്റുള്ള പൊസിഷനിലേക്ക് വരാനും ഇങ്ങനെ ആർത്തിയോടെ കാത്തിരുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെല്ലാം 74 നോമിനേഷൻസ് ആണ് കൊടുത്തത്. പണ്ട് നോമിനേഷൻ ഇല്ല. ലാലാണെന്ന് പറഞ്ഞാൽ വാക്ക് ഓവറാണ്. മനസ്സിലായില്ലേ? ആ സമയത്ത് കാരണം എന്ന് വെച്ചാൽ പലർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ, നമുക്ക് എന്തോ ആയിക്കൂടാന്നുള്ളത്. അങ്ങനത്തെ ഉള്ള ഒരു തെറ്റായ ഒരു ഗ്രീഡാണ്, ഒരു കൊതി, ഒരു ആർത്തിയാണ് ഇങ്ങനെ വന്നത്. ഞാനും കൊടുക്കും എനിക്കെന്താ കുഴപ്പം എന്ന് പറയുന്നത് കൊടുത്തിട്ട് അതാണ്. അങ്ങനെ കൊടുത്തപ്പോൾ എന്തായി? ക്ലാഷ് വന്നു, കോമ്പറ്റീഷൻ, അൺഹെൽത്തി കോമ്പറ്റീഷൻ വന്നു. അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഈ ലാലേട്ടൻ ശരിക്കും എന്തുകൊണ്ടാണ് അപ്പൊ റിസൈൻ ചെയ്തതിന്റെ കാരണം എന്താണ്? ലാല് ഇതിന്റെ കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞത് ഈ ഹേമ കമ്മീഷൻ പുറത്തു വന്നല്ലോ. പുറത്തു വന്ന സമയത്ത് ഈ മാധ്യമക്കാർ മുഴുവനും ലാലിനെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ അമ്മയുടെ അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ മറ്റ് സംഘടനകൾ ഉണ്ടെങ്കിലും
ഏമ കമ്മീഷൻ എല്ലാവരും കാണിച്ചിട്ടുണ്ട്, അതെ. ആർട്ടിസ്റ്റുകൾ മാത്രമല്ല. ഉം. അപ്പോൾ ലാലാണ് നിൽക്കല്ലേ, ഉം. ഒരു 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 നിറഞ്ഞു നിൽക്കുന്ന മാവിൻ്റെ നിൽക്കുന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. അതെ. നമുക്ക് അവിടെ അങ്ങോട്ട് കല്ലെറിയാം. ഉം. ഇതാണ് അവർ വിചാരിച്ചത്. ഉം. അങ്ങനെ ലാലിനങ്ങ് പിടിച്ചു. ലാലൻ്റെ മേലേക്ക് അനാവശ്യമായ ചോദ്യങ്ങൾ കൊടുത്ത് ഇയാൾ, ഞാൻ കാണാണ് അയാൾ, ലാലിങ്ങനെ പറയുന്നുണ്ട്, അല്ല എന്നെ എന്തിനാണ് ഇങ്ങനെ ആക്കുന്നത്, ഇന്നലെ വരെ നമ്മളോടൊപ്പം നിന്നവരൊക്കെ ഇന്ന് എന്തിനാണ് എന്നെ കുറ്റം പറയുന്നത്. അന്ന് മുതൽ തുടങ്ങിയതാണ് ലാലിൻ്റെ വേദന. അപ്പം ഞങ്ങളുടെ അടുത്ത് ലാല് ഞങ്ങളിങ്ങനെ സംസാരം മധ്യേ പറഞ്ഞു, ഞാൻ എന്തിനാണ് ഇത് അനുഭവിക്കുന്നത്, എനിക്ക് എന്ത് ഗുണമുണ്ട് ഇതുകൊണ്ട്, എനിക്ക് എന്ത് ഗുണമുണ്ട്, ഈ പരാതികൾ മുഴുവനും എൻ്റെ തലയിൽ വന്ന് വീഴുകയാണ്. മാധ്യമക്കാരും പ്രേക്ഷകരും എന്നെ നോക്കിയിട്ടാണ് ചിരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. എനിക്കിതിൻ്റെ വേണ്ട. അമ്മയുടെ അധ്യക്ഷനായതുകൊണ്ടാണല്ലോ ഇത് ചോദ്യം വരുന്നത്. ആ അധ്യക്ഷ സ്ഥാനം എനിക്ക് വേണ്ട. ഈ സാഹചര്യമാണ് പ്രശ്നം. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ശ്വേതാ മേനോന്റെ വിവാദമായിട്ടുള്ള ഒരു കേസ്. താങ്കൾ ഓപ്പോസിറ്റ് മത്സരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ കൂടി ശ്വേതാ മേനോന്റെ പൂർണ്ണമായ പിന്തുണയാണ് കൊടുത്തത്. തീർച്ചയായിട്ടും ആ കേസിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, എങ്ങനെയാണ്? അത് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഷാനവാസിന്റെ ഫ്യൂണറൽ കഴിഞ്ഞ് വരുമ്പോഴാണ് ഞാൻ ഇതിനെ പറ്റി കേട്ടത്. കാറിൽ വെച്ചിട്ടാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എന്ത് വിഡിത്ത. ഞാൻ ആദ്യം എൻ്റെ റിയാക്ഷൻ ഇത് ബുൾഷിറ്റാണ്, ഇറ്റ്സ് എ ബുൾഷിറ്റ്, ഇറ്റ് ഇസ് എ നോൺസെൻസ്. അതിനുശേഷം അപ്പം തന്നെ ഞാൻ ഇതിന് എന്താണ് കേസിൻ്റെ ആസ്പദമായ സെക്ഷൻസ് അത് അന്വേഷിച്ചപ്പോൾ FIR ആണല്ലോ ഇതിൻ്റെ ബേസ്. FIRൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നി എന്ത് ക്രൂരതയാണ് കാണിക്കുന്നത്. അവര് ഏതോ നല്ല സിനിമ തന്നെയല്ലത്, നമ്മൾ കണ്ട സിനിമകളാണ്, സെൻസർ ബോർഡ് പെർമിറ്റ് ചെയ്ത സിനിമകളാണ്. അത് ആ സമയത്ത് ആർക്കും തോന്നാത്ത മാതിരിയുള്ള ഇമ്മോറൽ ട്രാഫിക്കിന് പോയി അതിന് പോയി കാശുണ്ടാക്കി. എന്ത് ഒരു ഇൻജസ്റ്റിസ് ആണ് ശ്വേതാ മേനോട് ചെയ്തിട്ടുള്ളവർ. ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഐ വിൽ ബി വിത്ത് ഹർ. എൻ്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്നതനുസരിച്ച് ഞാൻ പ്രതിപക്ഷത്തെ ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ് ആസ് എ പൊളിറ്റിക്കൽ ലീഡർ, മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അതിൻ്റെ എരിയുന്ന തീയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഞാനല്ല. അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഞാൻ ഐ വിൽ ബി വിത്ത് ഹിം, കൂടെ നിൽക്കും. ഞാനും അയാൾ തമ്മിൽ മത്സരം വേറെ, അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസിന് ഞാൻ ആളുടെ ഒപ്പം നിൽക്കുന്നു. അതായത് എൻ്റെ സ്വഭാവമാണ്. അപ്പൊ ഞാൻ ഉടനെ പറഞ്ഞത് ഒരിക്കലും ഫസ്റ്റ് റിയാക്ഷൻ എൻ്റെ അതായിരുന്നു. ഫസ്റ്റ് റിയാക്ഷൻസ് എനിക്ക് തോന്നുന്നു 24 ആണെന്നും കൊടുത്തത്. അവർ വീട്ടിലേക്ക് വന്നു, എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഞാൻ ഒരിക്കലും അത് അംഗീകരിക്കില്ല, അതൊരു ഫോൾസ് കേസാണ്, ഒരു ഫേക്ക് കേസാണ്, ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും എന്നെ പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, നിങ്ങൾക്കത് അഡ്വാൻറ്റേജ് ആയിട്ട് വരില്ലേ? ഞാൻ പറഞ്ഞു അങ്ങനെ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ജയിക്കണ്ട, അങ്ങനെ അഡ്വാൻറ്റേജസ് എനിക്ക് ജയിക്കേണ്ട ആവശ്യം. ഐ എം എ ഫൈറ്റർ. അപ്പോൾ ഞാൻ ഒരു കാരണവശാലും എനിക്കത് സ്വീകരിക്കില്ല. അപ്പോൾ കൂടെയാണ് ശ്വേതാ മേനോന്റെ. പക്ഷെ മത്സരത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് താങ്കൾ ശ്വേതാ മേനോനേക്കാളും ഒരു ബെറ്റർ കാൻഡിഡേറ്റ് ആവും ആ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ? എനിക്ക് തോന്നുന്നു, ഞാൻ എന്നെ വിശകലനം ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്യുന്നത് മറ്റുള്ളവരല്ല, എന്നെയാണ്. ശ്വേതാ മേനോനുടെ ഒരു എക്സ്പീരിയൻസ് ഇല്ല ഈ പൊതുകാര്യങ്ങളിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്. അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാൽ ഇതിന് ഇത്രയും ഭാരമുള്ള, കാരണം അമ്മ എന്ന സംഘടനയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ചില്ലറ ഭാരമല്ല, ഭാരം മാത്രമല്ല, ഭയങ്കര റിസ്ക്കാണ്. നമുക്ക് ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്തുണ്ട്. അതൊന്നും, പിന്നെ അത് മാത്രമല്ല, എന്തെങ്കിലും ഇൻഡസ്ട്രിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ വന്നാൽ, സംഘടന ടു സംഘടന പ്രശ്നങ്ങൾ വന്നാൽ, ഇതിനെ നെഗോഷിയേറ്റ് ചെയ്യാനും അവരായിട്ട് ചർച്ച ചെയ്യാനും ഒരു നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ വേണം. അത് ടു ബി വെരി ഫ്രാങ്ക് വിത്ത് യു, അത് ശ്വേതാ മേനോന് ചെയ്യാൻ പറ്റില്ല. ഒരു വലിയൊരു ഇഷ്യൂ വന്നു നിൽക്കാം, ഈ സംഘടന ടു സംഘടന സാധാരണ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് ഇവർക്ക് പോയിട്ട് അത് അവർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കില്ല. നോട്ട് ആസ് എ ലേഡി, നോട്ട് ആസ് എ സ്ത്രീ എന്നുള്ള അല്ല പറയുന്നത്, ഈ സ്ത്രീക്കില്ല. ശ്വേതാ മേനോൻ എന്ന് പറയുന്ന ആ വനിതയ്ക്ക് ആ ഒരു കപ്പാസിറ്റി, ആ ഒരു സ്ട്രെസ് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. അങ്ങനെ സ്ട്രെസ് താങ്ങാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ള
ഒരു സ്ത്രീ ആണെങ്കിലും എനിക്ക് നോ ഒബ്ജെക്ഷൻസ്. ഇല്ല. അതുകൊണ്ട് എനിക്ക് അപ്പം ഇവിടെ ഞാൻ ആലോചിച്ചത് അതൊന്നുമല്ല. ഞാൻ ആലോചിച്ചത് എൻ്റെ അമ്മയ്ക്ക് അപകടം പറ്റരുത്. ഐ വിൽ ഡു എനിത്തിങ് ഫോർ ദാറ്റ്. ദാറ്റ്സ് ഓൾ. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തുറന്ന് സംസാരിക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. ചേട്ടനാകുമ്പോൾ എല്ലാ അഭിപ്രായങ്ങളും തുറന്നു പറയും, അത് കേൾക്കാനും ആളുകളുണ്ട്, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന സാന്ദ്ര തോമസിന്റെ വിഷയമാണ്. സാന്ദ്ര തോമസ് കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു. ഈ അഭിപ്രായങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞതുകൊണ്ട് മമ്മൂക്ക സാന്ദ്ര തോമസിനെ വിളിച്ചു പറഞ്ഞു ഇതിൽ നിന്ന് പിന്മാറണം. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിരുന്നോ സാന്ദ്ര തോമസ് പറഞ്ഞത്? എനിക്ക് തോന്നുന്നില്ല, അത് നുണയാണ്. കാരണം വെച്ചാല് മമ്മൂട്ടി ഒരിക്കലും അങ്ങനെ പറയില്ല. മമ്മൂക്ക ഈ അഭിപ്രായങ്ങളിൽ നിന്ന് പിന്മാറുന്നത് മാത്രമല്ല, അതുകൊണ്ട് ആ സാന്ദ്ര തോമസിന്റെ സിനിമയിൽ നിന്ന് പോലും പിന്മാറി എന്നാണ് പറയുന്നത്. വിശ്വസിക്കുന്നുണ്ടോ അത്? കാരണം വെച്ചാൽ മമ്മൂട്ടി എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ പിന്മാറണമെന്ന് പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. കാരണം മമ്മൂട്ടീനും മോഹൻലാലിനും ഒക്കെ വളരെ അടുത്ത് അറിയുന്നവരാണ്. അവരുടെ ക്യാരക്ടർ എന്താണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവർ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നു എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാരണവശാലും മമ്മൂട്ടിയോ ഫോർ ദാറ്റ് മാറ്റർ മോഹൻലാലോ ഒരു കാരണവശാലും ഇതേപോലെ കാര്യങ്ങൾ ഇടപെടുകയില്ല. 100% ആണ്. അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമല്ല, ഒരിക്കലും സത്യമല്ല. മറ്റൊരു കാര്യം സാന്ദ്ര തോമസ് ഉന്നയിച്ചത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്നത് മുഴുവൻ ഗുണ്ടകളാണ്, തനിക്ക് ഇതുവരെയായും നീതി ലഭിച്ചിട്ടില്ല എന്നാണ്. നമ്മളെല്ലാവരും സാറിനെ പോലുള്ള ആളുകൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ സാന്ദ്ര തോമസിന്റെ അഭിപ്രായത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലപ്പത്ത് ഗുണ്ടകളാണ് എന്ന് പറയുന്ന അഭിപ്രായത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ അതിനോട് യോജിക്കുന്നില്ല, ഒരിക്കലും ഞാനത് യോജിക്കുന്നില്ല. അങ്ങനെ ഗുണ്ടകളൊന്നും മലയാള സിനിമയിലില്ല. അത് പിന്നെ സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഗുണ്ടകളുടെ ഗുണ്ടയാണ് ഞാൻ. അത് സിനിമയിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളൊക്കെ വളരെ, കാരണം അങ്ങനെ ഒരു ഗുണ്ടനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മലയാള സിനിമയ്ക്കകത്ത്. ഏത് സംഘടനയിലും അങ്ങനെ ഒരു ഗുണ്ട ഇല്ല. ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലോ ഒരു ഡയറക്ടേഴ്സ് അസോസിയേഷനിലോ അങ്ങനെ ഒരു ഗുണ്ട ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാൻ പോണില്ല. പുള്ളിക്കാരി പറഞ്ഞത് ലിസ്റ്റൻ സ്റ്റീഫൻ വട്ടിപ്പലിശക്കാരനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ലിസ്റ്റൻ സ്റ്റീഫൻ അല്ല, മറ്റ് അതുപോലത്തെ പ്രൊഡ്യൂസേഴ്സ് ഒരു പവർ ഗ്രൂപ്പായി നിൽക്കുന്നെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. എനിക്ക് ആ ഒരു മേഖല അറിയില്ല. ഈ ഞാൻ എൻ്റെ മേഖല അമ്മയാണ് എൻ്റെ സംഘടന. അപ്പൊ അതിനെ സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് അതിന്റെ വെൽഫെയർ നോക്കാനല്ലാതെ എനിക്ക് മറ്റുള്ളതിലേക്ക് പോകാനുള്ള സമയം ഇപ്പൊ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നതാണ്. അപ്പൊ എനിക്ക് അതിന് കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റില്ല. നമ്മൾ വീണ്ടും ഇലക്ഷനിലേക്ക് വരുമ്പോൾ ബാബുരാജിന്റെ ഒരു പ്രശ്നം പറയുന്നുണ്ട്. മാലാപാർവതി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇപ്പൊ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ പിന്നിൽ ബാബുരാജാണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി. താങ്കൾ അതിനെങ്ങനെയാ നോക്കിക്കാണുന്നത്? കാരണം രണ്ടുപേരും അത് നമ്മൾ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റൂ? എന്ത് അടിസ്ഥാനത്തിലാണ് പറയാൻ പറ്റുന്നത്? നമുക്ക് അങ്ങനെ ബാബുരാജ് അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇതിനെല്ലാം കാരണം ബാബുരാജ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഐ ഡോണ്ട് നോ. എനിക്ക് അറിയാത്തൊരു കാര്യം അങ്ങനെയാണെന്ന് പറയാൻ പറ്റും. അതല്ല എന്നുള്ള ഒരു കാലത്ത് അതല്ല എന്ന് പറഞ്ഞാൽ ഒരു തെളിവ് സഹിതം അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാക്ക് എവിടെ പോയി? നമ്മളപ്പോ വേദനിക്കില്ലേ? ഓ, ഞാൻ ആവശ്യമില്ലാത്ത അയാൾ തെറ്റിദ്ധരിച്ചു. അങ്ങനെ ഇതിനകത്ത് പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയില്ല. നമുക്കറിയാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കരുത്. അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് കണ്ടെത്തിയിട്ട് അതിന് പൂർണ്ണമായ തെളിവുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോഴൊന്നും ആ തെളിവ് കിട്ടാറായിട്ടില്ല. അത് ഈ അമ്മയുടെ കമ്മിറ്റി നിലവിൽ വന്ന് അത് അന്വേഷിച്ച് അതിന്റെ എക്സ്പേർട്സിനെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇറ്റ് വിൽ ടേക്ക് ടൈം. 2-3 മാസം വരെ ഇതിന് വേണ്ടി വരും. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള ആരാണെന്നുള്ളത് കണ്ടെത്താം. അപ്പൊ അങ്ങനെ ഒരു എവിഡൻസോട് കൂടിയിട്ട് അവർ ചെയ്തുവെങ്കിൽ അവരുടെ പേരിൽ നമ്മൾ നടപടിയെടുക്കും. അപ്പൊ അതിനു മുമ്പ് തന്നെ ഇതിന്റെ പിന്നിൽ ഇയാളാണെന്ന് പറയുന്നത് അതിൽ ഞാൻ യോജിക്കുന്നില്ല. കുറച്ച് വിഭാഗം ആളുകൾ സാറിനെ കുറിച്ച് പറയുന്നത് എന്താണ്, ഇപ്പൊ ദേവന് സിനിമയൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ ഇപ്പൊ അമ്മയിലൊക്കെ മത്സരിക്കാൻ പോകുന്നത്? രാഷ്ട്രീയവും പോരെ സിനിമയിൽ, ഇനി ഇപ്പൊ അമ്മയുടെ സംഘടനാ തലപ്പത്ത് കൂടെ വരണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവർക്കുള്ളൊരു മറുപടി എന്താ? സിനിമ ഇല്ലാത്തതുകൊണ്ട് തന്നെ വിചാരിച്ചോട്ടെ, കാര്യം കഴിഞ്ഞില്ലേ? അല്ലേ? എനിക്ക് സിനിമയില്ല, അതല്ല സത്യം. പക്ഷെ സിനിമയില്ലാത്തത് മലയാളത്തിലാണ്. ഞാൻ മലയാള സിനിമയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല. 96 മുതൽ ഞാൻ തെലുങ്കിൽ അഭിനയിച്ചു തുടങ്ങിയത്. ഐ എം ഹാപ്പി ദർ.
ഈവൻ നൗ. ആ. അന്നത്തെ പോയിട്ട് അത്ര തിരക്കില്ല, ആ. പക്ഷെ എന്നാലും എനിക്ക് ജീവിച്ചു പോകാനുള്ള പടങ്ങൾ 1-2 പടങ്ങൾ ഇങ്ങനെ കിട്ടും. ആ. ദാറ്റ്സ് ഓൾ. അതല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അതെ. അതല്ലാതെ എനിക്ക് അങ്ങനെ എനിക്ക് വേറെ യാതൊരു പടങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ അമ്മയിൽ ഈ അധ്യക്ഷന്റെ വേഷം കെട്ടി വന്നതല്ല. അല്ല. അങ്ങനെയല്ല. ഉം. അത് അവരുടേതായ ചില കാര്യങ്ങളാണ്. ഉം. അത് പോരെ എന്ന് ചോദിക്കുന്നവർക്ക് ഉം. ഉത്തരം കൊടുക്കേണ്ട കാര്യമില്ല എനിക്ക്. ഇല്ല. No. ഇപ്പൊ അമ്മയുടെ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, ചെയ്യാൻ പോകുന്ന 5 കാര്യങ്ങൾ. ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ വെച്ചാൽ എനിക്ക് ഫണ്ട് എങ്ങനെ സ്വരൂപിക്കണം, അതാണ് ഫസ്റ്റ് അജണ്ട. രണ്ടാമത് ഒരു ശുദ്ധികലശം വേണം. കാരണം ഇവിടെ ഉള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറഞ്ഞു നിൽക്കുന്ന കുറച്ച് ആൾക്കാർ വെച്ചിട്ടാണ് ഈ അശുദ്ധി ഉണ്ടായി. നമ്മുടെ അമ്മയിൽ ഒരു അശുദ്ധി ഉണ്ടായിട്ടുണ്ട്. ആ അശുദ്ധി ഒരു വലിയൊരു ശുദ്ധി കലശം നടത്തി ആ ശുദ്ധി മാറ്റണം. മാറ്റി കഴിഞ്ഞിട്ട് ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. ഒരുപാട് പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ഒരു മൂന്നാമത്തെ സാധനം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ അമ്മയുടെ ഫണ്ടൊക്കെ കിട്ടിയിരുന്നത് TV ചാനൽസിൻ്റെ ഈ ഷോസിൽ നിന്ന്. ഇപ്പം അതിൻ്റെ കാലം മാറി. ഇപ്പോൾ TV ചാനൽസിന് താല്പര്യം ഇല്ലാണ്ടായി. കാരണം അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ല. ഈ സ്റ്റാറുകളുടെ ഷോന് ആരും പോകുന്നില്ല. അത് പോയി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വലിയൊരു ഓപ്പണിംഗ് ക്ലോസ് ആയി, ഫണ്ട് കിട്ടാനുള്ളത്. അതെങ്ങനെ ഫണ്ട് കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ അത് എൻ്റെ ലൈഫ് ഇപ്പം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ, അങ്ങനെ നമുക്ക് എങ്ങനെ ഫണ്ട് എടുക്കാൻ പറ്റുന്നത്, അതിനൊക്കെ സാധ്യതകളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞാലേ, ഇപ്പോൾ അമ്മ ഒരു സോഷ്യൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ സോഷ്യൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ കൂടുതൽ ചാരിറ്റിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൂടുതൽ ചാരിറ്റി ചെയ്യുന്ന, ഇത്ര ശതമാനം ചാരിറ്റി ചെയ്യുന്ന ഏതാണ്ട് 90% ഈ ഫണ്ട് പോകുന്ന ചാരിറ്റീസിനാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സെൻട്രൽ ഗവൺമെന്റിന് ഈ GST വേവ് ചെയ്ത് കളയാം. പ്ലസ് ഈ ഇൻകം ടാക്സിന്റെ കാര്യങ്ങളിൽ ഒരുപാട് റിബേറ്റ് നമുക്ക് കിട്ടും. പിന്നെ ഒന്നുള്ളത്, ഈ സെൻട്രൽ ഗവൺമെന്റ് ഗ്രാൻഡ് ഉണ്ട്. ഇതിനൊക്കെ ഗ്രാൻഡ് ഉണ്ട്, പക്ഷെ അമ്മയിലത്തെ ആരും ഇതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. ഞാനിപ്പോൾ ആലോചിച്ച് കണ്ടുപിടിച്ചതാണ്. ഒരുപാട് സോഴ്സസ് നമുക്കുണ്ട്. പിന്നെ അഞ്ചാമത്തേതെന്ന് വെച്ചാൽ, നമുക്ക് ഈ CSR ഫണ്ട് കിട്ടും. ഒരു ചാരിറ്റബിൾ 90% നിങ്ങളുടെ ഇൻകം മുഴുവനും ചാരിറ്റീസ് കൊണ്ട് പോകുന്നതാണെങ്കിൽ വലിയ വലിയ CSR ഉണ്ട്. കമ്പനി ഉണ്ടല്ലോ, ഈ കമ്പനികൾ, വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് CSR ഉണ്ട്. അത് അവരുടെ പ്രോഫിറ്റിന്റെ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ചാരിറ്റീസിന് കൊടുക്കുന്നു പറയാം. അത് നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാം. കാരണം നമുക്ക് അവരുടെ മുമ്പിൽ ഈ ഒരു പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫണ്ട് കിട്ടാനില്ല. ഇത് തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ സഹായം വേണ്ടി വരും. ഇത് ചോദിക്കാൻ മടിച്ചിട്ടാണ് ആരും പോവാത്തത്. എനിക്കത് ചോദിക്കാൻ മടിയില്ല, കാരണം നമ്മൾ അർഹരാണ്. എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് സാരി വാങ്ങാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്, അല്ലെങ്കിൽ റേഷൻ വാങ്ങാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നത് എൻ്റെ സംഘടനയെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ് പറഞ്ഞത്. അത് ഞാൻ പ്രൗഡ് ഓഫ് ഇറ്റ്. അപ്പോൾ ആ സിൻസിയറിറ്റി, ഓണസ്റ്റി വെച്ചിട്ട് ഞാൻ വലിയൊരു മൾട്ടിനാഷണൽ കമ്പനി, കോർപ്പറേറ്റ് കമ്പനിയിൽ പോയിട്ട് ഞാൻ ഇത്ര കാര്യം ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത്ര രൂപ വേണം മാസം, വേറെ വഴിയില്ല. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ CSR ഡൊണേറ്റ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ പല ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഐ കാണ്ട് ഗീവ് ഇറ്റ് ടു us. അപ്പോൾ അവർ പറയും, ശരി അങ്ങനെയാണോ? അപ്പൊ ഇതേവരെ പറഞ്ഞ് അന്വേഷിച്ചിട്ടില്ല. അത് പോയി പറയാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര ശതമാനം ഉണ്ട് കോൺഫിഡൻസ്, വിജയിക്കുന്നതിന്റെ ഒരു കോൺഫിഡൻസ്? 100% ഉണ്ട്. വിജയിച്ചു വരും. തീർച്ചയായിട്ടും സംശയമൊന്നും. ഓക്കെ, എന്തായാലും ഒരുപാട് സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. പ്രസിഡന്റ് ആയി കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. Thank you, sir. All the best. Thanks a lot. God bless you all. Okay. And God bless me also. Okay. Yes, thank you.